ഹലോ, എല്ലാവർക്കും മഫ്താസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയും ക്യാരറ്റും വെച്ചിട്ടുള്ളൊരു ഓംലെറ്റാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിൽ ക്യാരറ്റ്, സവാള, പച്ചമുളക്, മല്ലിയില, വേപ്പില ഇതൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്തൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാവുന്നതാണ്. മുട്ട ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി കുക്കായി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ ക്യാരറ്റ് ഓംലെറ്റ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും മുട്ടയും വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം കടുക് ചേർത്ത് കൊടുത്തു. കടുകെല്ലാം പൊട്ടി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് വേപ്പിലയും സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തു. അതിനുശേഷം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഇനി ഇത് നന്നായി ഒന്ന് വാട്ടിയ ശേഷം നമുക്കിതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ട നമുക്ക് ക്യാരറ്റായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ക്യാരറ്റ് മുട്ടത്തോരൻ. ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഈ 2 രീതിയിൽ നമുക്ക് ക്യാരറ്റ് കുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടാവുന്ന ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് മുട്ടത്തോരൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മുട്ടത്തോരൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക് യു.